കിം ജു എ. ഇത് നമ്മുടെ കിം ജോങ് ഉന്നേട്ടൻ്റെ പ്രിയ പുത്രിയുടെ പേരാണ്. അടുത്ത കാലം വരെ ഇയാൾക്ക് ഒരു പുത്രി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടെന്നോ ആ കുട്ടി എവിടെയാണെന്നോ എന്ത് പഠിക്കുന്നു എത്ര വയസ്സായി എന്നോ യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. നമുക്കറിയില്ല, അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ വഴിയില്ലല്ലോ. നമുക്ക് ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ജനുവരി 8, 1982, 83, 84 ഏതോ ആയിരിക്കും എന്നാണ് ഗൂഗിൾ പറയുന്നത്, വിക്കിപീഡിയ പറയുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പുറംലോകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ രഹസ്യമാണ്, അതീവ രഹസ്യമാണ്. ഇവർ ചാരന്മാരൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ ചാരന്മാരും അമേരിക്കയുടെ ചാരന്മാരും ഒക്കെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നു ഒന്നും കൃത്യമായിട്ട് അവിടെ നിന്ന് അറിയാൻ കഴിയില്ല. 4 മാസം മുമ്പ് ഇയാൾ ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ദക്ഷിണ കൊറിയയിൽ ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും നാൻ വീഴുകയെ നിன்று താൻ നിത്തായോ എന്നുള്ള ഡയലോഗൊക്കെ അടിച്ചിട്ട് ദക്ഷിണ കൊറിയക്കാരെ നോക്കി ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് 3 മാസം 4 മാസം മുമ്പുള്ള കഥയല്ല. ഇതിന് മുമ്പും മൂപ്പര് ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ലോങ് ലീവ് എടുത്തിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാതെ ഇരുന്ന സമയത്തും ഇവർ ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ഇയാൾ കാഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു നിൽക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരു മോശം കണ്ടീഷനിലാണ് മൂപ്പരുടെ ആരോഗ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടുന്ന്. അതിന് പല സൂചനകളും കിട്ടുന്നുണ്ട്. അതിലൊരു സൂചനയാണ് ഈ മോളുടെ പൊതുമധ്യത്തിലുള്ള പ്രത്യക്ഷപ്പെടുത്തൽ. കാരണം ഇയാൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലായതുകൊണ്ട് അടുത്ത ഭരണാധികാരി ഈ ഭരണങ്ങളൊക്കെ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാ ഔദ്യോഗിക പരിപാടിയിലും ഈ 13 വയസ്സാണെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ പറയുന്നു. 2013 ഒരു ഡെന്നീസ് റോഡ്മാൻ, ഒരു അമേരിക്കൻ വോളിബോളുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയും. ഇയാൾക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനും അറിയില്ല അത് എപ്പോഴാണ് ജനിച്ചതെന്നുള്ളത്. 13 14 വയസ്സുണ്ടാവും. അത് പറഞ്ഞു വെച്ച കാലഘട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ, സമയത്തൊക്കെ നോക്കുമ്പോൾ 2011 12 ജനിച്ചിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 13 14 വയസ്സ്. ആ കുട്ടിയെ കണ്ടാലും അത്രേ പറയുള്ളൂ. ഇവരെ കണ്ടാലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇയാൾ ചങ്ങാതിനെ ഇപ്പോൾ കണ്ടാലും ഒരു 15 വയസ്സുകാരൻ ബബിളുവിനെ പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഊഹം, ഇയാൾ ഈ ഡെന്നീസ് റോഡ്മാൻ പറഞ്ഞത് വെച്ച് ആ സമയത്താണ് കുട്ടി ജനിച്ചതെങ്കിൽ ഒരു 13 14 വയസ്സ്, ചെറിയ 15 വയസ്സ്. ആ കുട്ടീനെയാണ് മിസൈൽ ലോഞ്ച് പാഡിലൊക്കെ കൊണ്ട് കാണിച്ച് മിസൈൽ എങ്ങനെ വിടണം, അത് അമേരിക്കയിലേക്ക് തിരിച്ചു വെച്ച്, അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ എങ്ങനെ തിരിച്ചു വെക്കണം, ജപ്പാനിലേക്ക് എങ്ങനെ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയിലേക്ക് എങ്ങനെ തിരിച്ചു വെക്കണം, സ്വിച്ച് എവിടെയാണ്, ഏത് സ്വിച്ച് അമർത്തിയാൽ ഇങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണല്ലോ അവിടുത്തെ മെയിൻ ഭരണകാര്യം. അപ്പോൾ ഇതൊക്കെ ആ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പട്ടാള പരിപാടികളിലും ഇപ്പോൾ ആ കുട്ടീനെ കാണാം ഇയാളുടെ ഒപ്പം. ഔദ്യോഗിക പരിപാടികളിലൊക്കെ കുറേ ഫോട്ടോസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കുറച്ച് മുമ്പ് ഇയാളുടെ സഹോദരിയാണ് ഇയാളുടെ പിൻഗാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസുകളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സഹോദരിക്ക് വിദേശകാര്യ ആയിട്ടുള്ള ഇടപെടലുകളൊക്കെയാണ് മൂപ്പര് കൊടുത്തിരിക്കുന്നത്. അവർ നല്ല കമ്മ്യൂണിക്കേറ്ററാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തെ അവർക്ക് ഭരണകാര്യം ഏൽപ്പിക്കാൻ മൂപ്പർക്ക് വിശ്വാസമില്ല. എന്തായാലും സ്വച്ഛാധിപതികൾ അവരുടെ മക്കളെയാണ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മൂത്ത തലമുറയും അവരുടെ 3 തലമുറ, ഇയാൾ 3ാമത്തെ തലമുറയാണല്ലോ. ഇയാളുടെ മുത്തശ്ശൻ്റെ കാലം മുതലാണ് 45 ജപ്പാൻ ഭരണം ഒഴിഞ്ഞു പോയ ശേഷം ഇയാളുടെ മുത്തശ്ശൻ ഭരണം ഏറ്റെടുത്ത മുതലാണ് ഈ ഉത്തര കൊറിയയുടെ ചരിത്രം തന്നെ തുടങ്ങുന്നത്. ചരിത്രം അങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരാണ് ദൈവം, അവരെ പൂജിക്കുക. അവരുടെ അച്ഛൻ്റെ മോൻ, അച്ഛൻ്റെ മോനായിട്ടുള്ള മറ്റേ 3ാമത്തെ തലമുറയിലെ കിം ജോങ് ഉൻ, ഇനി അയാളുടെ മോള്. ഇയാൾക്കൊരു മോള് മാത്രമല്ല, 2 പുത്രന്മാരും ഉണ്ടെന്നാണ് ഇപ്പോൾ വെളിവരുന്ന വിവരങ്ങൾ. ഒരുത്തൻ 9 10 വയസ്സും ഇനിയൊരുത്തൻ 4 5 വയസ്സും ഉണ്ടാവും എന്നും പറയുന്നു. 2 മക്കൾ വേറെ ഉണ്ട്.
അവരൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത് ഉണ്ടെന്ന് പറയുന്നത് ഈ ദക്ഷിണ കൊറിയ ചാരന്മാരും അമേരിക്കയുടെ ചാരന്മാരും ഒക്കെയാണ് കേട്ടോ. അത് അവർ പുറത്തു വിട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ കുട്ടിയുടെ കാര്യം മാത്രമേ ഇപ്പോൾ അറിയൂ, ഈ പെൺകുട്ടിയുടെ കാര്യം മാത്രം. അപ്പോൾ എന്തു തന്നെ ആയാലും ഇത് മുൻകാലങ്ങളിലും ഇതുപോലെ ഇവരുടെ മുത്തശ്ശനും ഒക്കെ മരിക്കാറായ സമയത്ത് ഇയാൾ കാഞ്ഞു പോകുമെന്ന് തോന്നുന്ന കാലഘട്ടങ്ങളിലാണ് അയാളുടെ മകനെ പൊതുമധ്യത്തിൽ കൊണ്ടുവരികയും എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ കിം ജോങ്ങിൻ്റെ അച്ഛനും കിം ജോങ് ഉന്നിനെ കൊണ്ടുവന്നത്. അയാളുടെ അവസാന കാലങ്ങളാകുമ്പോൾ ഇയാളെ കൊണ്ടുവരികയും ഇതെല്ലാം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചകളുണ്ടായിരുന്നു. ഈ കിം ജോങ് ഉന്നിൻ്റെ ഒരു ഏട്ടനുണ്ടായിരുന്നു. മൂപ്പര് സ്വഭാവം ശരിയല്ല, അയാൾ ഇവരുടെ വഴിക്ക് വരില്ല എന്നുള്ളത് മൂപ്പര് ഒഴിവാക്കിയിട്ടാണ് അനിയനായിട്ടുള്ള കിം ജോങ് ഉന്നിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ കിം ജോങ് ഉന്നിൻ്റെ കാലം കഴിയാറായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഈ നോക്കുമ്പോൾ. കാരണം ഇപ്പോൾ ഒരു ചേർത്ത പന്നി കണക്കെ ഇരിക്കുന്നുണ്ട് മൂപ്പര് പലപ്പോഴും ഈ മുങ്ങുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്, കുഞ്ഞിനെ അടുത്ത സ്വേച്ഛാധിപതിയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയായാലും ഉത്തര കൊറിയൻ ജനങ്ങൾക്ക് ഈ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മോചനം അടുത്ത കാലത്ത് ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് ഇയാളുടെ കാലശേഷം ഈ കുട്ടി എന്തെങ്കിലും മനസ്സ് മാറി ഇനി ഇതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ കഴിഞ്ഞിട്ട് തലച്ചോറിൽ എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് ഇയാളുടെ തലച്ചോറെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല അവിടെ. അപ്പോൾ ഇവർക്ക് ഉത്തര കൊറിയൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്തെങ്കിലും മനസ്സ് വെച്ചാലേ ഉള്ളൂ ഇനി ഭാവിയിൽ. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇത് എങ്ങോട്ടാണ് ഈ രാജ്യത്തെ നയിക്കുക ഈ കുട്ടി എന്ന്, അല്ലെങ്കിൽ ഇയാളുടെ അവസാനം എന്നായിരിക്കും. ഇയാൾ മരിച്ചാലും ചിലപ്പോൾ പുറത്തൊന്നും വിടാൻ പോകുന്നില്ല, അത് എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി. താങ്ക് യു.